കൂടെ സൈഫ് സൈനുലാബ്ദീൻ കൂടി ചേർന്ന് നിലമ്പൂരിൽ നിന്ന്. സൈഫ്, ഇന്നിപ്പോ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ പോകുന്നു മനസ്സിലാക്കുന്നു. ഏതാണ്ട് ഒരു പേരിലേക്ക് എത്തിയോ? ഉറപ്പിക്കാൻ കഴിയുന്ന പേരുണ്ടോ? അത് പലതരത്തിലുള്ള പേരുകൾ പാർട്ടി നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ, നിലമ്പൂരിൽ നിന്നുള്ള പാർട്ടിക്കുള്ളിലുണ്ട്. അതേസമയം തന്നെ രണ്ടോ മൂന്നോ തവണ തുടർച്ചയായി തന്നെ ഇങ്ങനെ പൊതു സ്വതന്ത്രന്മാരാണ് CPMന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നിലമ്പൂരിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ്. ഇത്തവണ അൻവർ രാജിവെച്ച് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പാർട്ടി രാഷ്ട്രീയ മത്സരമായി കാണണം. രാഷ്ട്രീയ മത്സരമാകുമ്പോൾ അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം. ഇങ്ങനൊരു അഭിപ്രായം പാർട്ടിയിലെ നിലമ്പൂരിൽ ഒരു വിഭാഗത്തിനുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും പലതരത്തിലുള്ള പേരുകളാണ് പരിഗണിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എങ്കിൽ മലപ്പുറം ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന ഷിനാസ് ബാബുവിൻ്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. അതിനൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷറോണ റോയുടെ പേര് പരിഗണനയിലുണ്ട്. 2011 LDF സ്വതന്ത്രനായി മത്സരിച്ച തോമസ് മാത്യുവിൻ്റെ പേര് പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായം ഉയർന്നു വരികയും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ചെയ്താൽ പ്രഥമ പരിഗണന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള സ്വരാജിൻ്റെ പേരായിരിക്കും പരിഗണിക്കുക. പിന്നീടുള്ളത് മലപ്പുറത്ത് DYFIയുടെ ജില്ലാ പ്രസിഡന്റായ P ഷബീറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അത് അധികം വൈകില്ല. 11:30 12:45 കൂടി തന്നെ CPMന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകും. പല ആൾക്കാരോട് CPM നേതാക്കൾ സംസാരിച്ചിരുന്നു എന്ന സൂചനകൾ പുറത്ത് വരുന്നുണ്ട്. ചില കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച VV പ്രകാശിൻ്റെ കുടുംബാംഗങ്ങളുമായി CPM നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഒന്നും വേണ്ട രീതിയിൽ ചർച്ച ചെയ്തു എങ്കിലും വേണ്ട രീതിയിൽ അത് വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്നില്ല. എന്തായാലും CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലൊരു പേരുണ്ട്. അതാരാണ് എന്നുള്ള കാര്യത്തിൽ നേതാക്കന്മാർ ഒരു പിടുത്തം തരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഒരു 1.5 മണിക്കൂർ കൂടെ നിഷാദ് ഒന്ന് കാത്തിരിക്കുക. എന്തായാലും നമുക്ക് ആ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേഗത്തിൽ തന്നെ ഉണ്ടാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന കാര്യത്തിൽ CPM അല്പസമയത്തിനകം തീരുമാനമെടുക്കുകയാണ്. 1-2 മണിക്കൂർ കൊണ്ട് അക്കാര്യത്തിൽ തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കാം. സൈഫാണ് വിവരങ്ങൾ നൽകിയത്.